മുഖത്തിൻ്റെ സൗന്ദര്യത്തിനാണെങ്കിലും ഹെയറിൻ്റെ സൗന്ദര്യത്തിനാണെങ്കിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് അലവേറ ജെല്ല് എന്ന് പറയുന്നത്. നമുക്ക് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പണം മുടക്കി പുറത്ത് നിന്ന് മേടിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ പരിസരത്തും നിങ്ങളുടെ പറമ്പിലും ഒക്കെ അലവേറ ജെല്ലിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. 1 മാസം വരെയും പുറത്ത് വെച്ചാൽ കേടുകൂടാതെയും ഫ്രിഡ്ജിൽ വെച്ചാൽ 6-7 മാസം വരെയും ഇരിക്കുന്ന അലവേറ ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല നല്ല മുറ്റിയ രീതിയിലുള്ള അലവേറയുടെ തണ്ടാണ് നമുക്ക് വേണ്ടത്. 2 മുറ്റിയ തണ്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി എനിക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ആ ഒരു മഞ്ഞ കളറുണ്ടോ, അതാണ് നമ്മളിപ്പം ഈ തണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടാവുന്നതിന് മെയിൻ കാരണമാകുന്നത്. അപ്പോൾ ആ ഒരു കറ നമുക്ക് പോകണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിച്ചാരി വെക്കണം. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു കറയൊക്കെ പോകും. അതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്തിട്ടാലും ഹെയറിനകത്തിട്ടാലും ഒക്കെ നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇതുകൊണ്ട് ഈ ഒരു മഞ്ഞക്കറ മൊത്തമായിട്ട് പോകണം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാലും നമുക്ക് ചൊറിച്ചിൽ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പാത്രം പെട്ടെന്ന് തന്നെ കഴുകണം. കയ്യിലെങ്ങും വെച്ച് തേക്കൊന്നും ചെയ്യല്ലേ. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കണം. അല്ലാതെ നമ്മൾ ഫസ്റ്റിലെ കഴുകിയിട്ട് ഈ കറ പോകാനായിട്ട് വെക്കരുത്. കഴുകണം. ഇനി കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കാൻ വേണ്ടി ഞാനൊരു തുണി വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് തുടച്ച് എടുക്കുകയാണ്. അല്ലാതെ വെള്ളം നനവോടുകൂടി നമ്മൾ ജെല്ല് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ജെല്ല് ഒരാഴ്ചയ്ക്കുള്ളിൽ കേടാകുന്നതാണ്. അതുകൊണ്ട് ഡ്രൈ ആയിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും. അങ്ങനെ അതിനെല്ലാം ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 2 തണ്ടും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ എന്തോ പറ്റിയതാണെന്ന് അറിയത്തില്ല. കൂടുതലും ഇവിടെ വെയിലായതുകൊണ്ടായിരിക്കും അങ്ങനെ ആയി പോയതെന്ന് തോന്നുന്നു. അങ്ങനെ തണ്ടും ഞാൻ ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കാണുന്ന മുള്ളില്ലയോ, അത് 2ഉം കട്ട് ചെയ്ത് മാറ്റണം. 2ൻ്റെയും കട്ട് ചെയ്ത് എടുത്ത് മാറ്റണം. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഞാൻ കേട്ടോ. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. എന്തായാലും ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാത്രം ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് ക്ലീൻ ആക്കി മാറ്റേണ്ടതാണ്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് 2 ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ നടുവേ പൊളന്നെടുക്കണം. നടുവേ പൊളന്നെടുക്കുകയാണെന്നല്ലയോ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. നടുവേ പൊളന്നെടുത്തതിന് ശേഷം ഇനി എല്ലാം പൊളന്നെടുക്കണം. കണ്ടോ, നല്ല നമ്മൾ ആ മുറ്റതെടുക്കുന്ന സമയത്താണ് നല്ല തിക്കായിട്ടുള്ള ജെല്ല് കിട്ടുന്നത്. അതായത് കിളുന്നതെടുക്കുകയാണെങ്കിൽ അത്ര ജെല്ല് കിട്ടില്ല. നല്ല മുറ്റതെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിക്കിരിക്കുന്ന ജെല്ല് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്, അല്ലാതെ മിക്സിയിലിട്ടല്ല അടിച്ചെടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു സംഭവത്തിനകത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന പാത്രവും ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കട്ട കിടക്കും. അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ ആ ഒരു ജെല്ല് നല്ല കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, നല്ല കട്ടക്കിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഒരു കാരണവശാലും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മുറ്റിയതേ എടുക്കാവുള്ളൂ, അല്ലാത്തത് മറ്റേത് എടുക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഇളക്കി കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി എന്താണ് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയാം. ഇത് കിടക്കുന്ന ആ ഒരു പച്ച കളറിലെ സംഭവമൊക്കെ കുഴപ്പമില്ല. അതിൻ്റെ തണ്ടാണ്, അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ സ്കിന്നിന് പ്രശ്നമൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. അതെന്ത് കിടക്കട്ടെ, ഒരു ഭംഗിയാണ് കാണാൻ. ഇനി ഇത് നല്ല പോലെ അങ്ങോട്ടൊന്ന് മിക്സ് ആക്കണം. 1 മിനിറ്റെങ്കിലും നമ്മളിത് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടി ഇത് കട്ടയായിട്ട് മാറും. കണ്ടോ, ആ ഉടയാതെ കിടക്കുന്നത് കുറച്ചൊക്കെ ഉണ്ട്. അതും കൂടി നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഒരു കാര്യം ചേർക്കാൻ പോവാണ്. റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് റോസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇത് കണ്ടോ, റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ എടുക്കുന്ന സ്പൂണ് ഡ്രൈ ആയിരിക്കണം, വെള്ളം നനവ് കാണാൻ പാടില്ല. റോസ് വാട്ടർ ചേർത്തിട്ട് ഇനി ഇത് നല്ല ശക്തിക്കായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ കൈയാണ് ഇവിടെ ആയുധം. നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് മാറുന്നതാണ്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. തിക്കായി മാറും. അത് ചെറിയ ഉടയാതെ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർക്കുന്നത്. വിറ്റാമിൻ ഇ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
റോസ് വാട്ടർ ആണെങ്കിലും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് റോസ് വാട്ടർ ചേർക്കുന്നത്. ഇനി ഇത് 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. നമ്മൾ 2 തണ്ട് എടുത്തത് കൊണ്ടാണ് 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണ്ടത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് സ്കിൻ ഗ്ലോയിങ് ആക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് നമ്മൾ ചേർക്കേണ്ടത്. ഹെയറിനാണെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് ശക്തിക്ക് അങ്ങോട്ട് മിക്സ് ആക്കണം. ഒരു 2 മിനിറ്റെങ്കിലും മിക്സ് ആക്കേണ്ടതാണ്. 2 മിനിറ്റ് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണയും നമ്മുടെ മുഖത്തിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കേണ്ടതാണ്. മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. സംഭവം കണ്ടോ, നല്ല തിക്കായി മാറിയത് കണ്ടോ, വിപണിയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള അലവേറ ജെല്ലായി മാറിയത് കണ്ടോ. സമയം നിങ്ങൾ കുറച്ച് എടുക്കേണ്ടതായിട്ട് വരും, അതായത് ഒരു 4-5 മിനിറ്റ് മതിയാകും. നമുക്ക് നല്ല വിപണിയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള അലവേറ ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ പണം മുടക്കി അലവേറ ജെല്ല് മേടിക്കല്ലേ. ഞാനിപ്പോൾ ആ വെളിച്ചെണ്ണയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അലവേറ ജെല്ല് കിട്ടിയത് കണ്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ളത് കിട്ടിയത് കണ്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. സംഭവം കിടുവാണ്. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 6 തൊട്ട് 7, 8, 9 മാസം വരെ നിങ്ങൾക്കിത് ഫ്രിഡ്ജ് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഇത് നിങ്ങൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ 1 മാസം വരെ ഇരിക്കുള്ളൂ. കണ്ടോ, സംഭവം കണ്ടോ. വിപണിയിൽ കിട്ടുന്ന അതേ രീതിയിലായിട്ടുള്ള അലവേറ ജെല്ല് കിട്ടിയതുണ്ടോ. വെള്ളം അതായത് ലൂസും അല്ല, നല്ല ജെല്ലി രീതിയിൽ തന്നെ കിട്ടിയത് കണ്ടോ. ഇതും അടിപൊളിയാണ് സംഭവം. ഇനി നമുക്കിതൊരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. എയർ കയറാത്ത ടിന്നിനകത്താണ് ഇട്ട് സൂക്ഷിക്കേണ്ടത്. അങ്ങനത് പുറത്ത് വെക്കുകയാണെങ്കിൽ 1 മാസം ഇരിക്കും. ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ 6-7 മാസം വരെയും ഇരിക്കുന്നതാണ്. കെമിക്കൽ ഒന്നും ചേർക്കാതെ നാച്ചുറൽ കളറാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. സംഭവം കിടുവാണ്. എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയാൻ മറക്കല്ലേ.